രണ്ടാഴ്ചത്തെ വെടിനിർത്തൽ കരാറിലേക്ക് അമേരിക്കയും ഇറാനും നീങ്ങിയത് പ്രതീക്ഷയോടെയാണ് ലോകം കണ്ടത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തുടർ ചർച്ചകളെക്കുറിച്ചുള്ള വാർത്തകളും സമാധാന പ്രേമികൾക്ക് ആശ്വാസകരമായിരുന്നു. പക്ഷേ വെടിനിർത്തൽ കരാറിനു ശേഷവും ലബനനിലെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ തുടരുന്ന കടുത്ത ആക്രമണം സമാധാന പ്രതീക്ഷകളിൽ കഴിനീരൽ വീഴ്ത്തിയിരിക്കുന്നു. ബുധനാഴ്ച മാത്രം നടന്ന വ്യോമാക്രമണങ്ങളിൽ 300-ലധികം പേർ കൊല്ലപ്പെടുകയും 1100-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പരിക്കേറ്റ സാധാരണക്കാരെ ചികിത്സിക്കാൻ ആശുപത്രികൾ കഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ ബെയ്റൂട്ടിലെ 2 പ്രധാന ആശുപത്രികൾ അടിയന്തരമായി ഒഴിപ്പിക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം. എന്നാൽ ഈ നിർദ്ദേശം പിൻവലിക്കണമെന്ന് ലോകാരോഗ്യ സംഘടനാ മേധാവി ടെഡ്രോസ് അദനോം ഗെബ്രിയേസസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് നയതന്ത്ര നീക്കങ്ങളെ തകർക്കാൻ ബെഞ്ചമിൻ നെതന്യാഹുവിനെ അനുവദിക്കുക വഴി സ്വന്തം സാമ്പത്തിക വ്യവസ്ഥയെ തകർക്കാനാണ് അമേരിക്കയുടെ ഭാവമെങ്കിൽ അത് അവരുടെ വിഡ്ഢിത്തം നിറഞ്ഞ തീരുമാനമായിരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ലബനനുമായി നേരിട്ടുള്ള ചർച്ചകൾക്ക് നിർദ്ദേശം നൽകിയെന്ന് നെതന്യാഹു അവകാശപ്പെടുമ്പോഴും യുദ്ധം ഒരു കാരണവശാലും നിർത്തിവെക്കില്ലെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ. ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ പൂർണ്ണമായ യുദ്ധക്കുറ്റമാണെന്ന് ലെബനീസ് പാർലമെന്റ് സ്പീക്കർ നബീഹ് ബെറി ചൂണ്ടിക്കാണിച്ചു. മേഖലയിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഇത്തരം ക്രൂര കൃത്യങ്ങൾ അരങ്ങേറുന്നത് അന്താരാഷ്ട്ര സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. ഇസ്രായേലും അവരുടെ രാഷ്ട്രീയ സുരക്ഷാ വിഭാഗങ്ങളും വെടിനിർത്തൽ കരാർ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു. അന്താരാഷ്ട്ര നിയമങ്ങളെയും മാനദണ്ഡങ്ങളെയും കൺവെൻഷനുകളെയും ഇസ്രായേൽ പരസ്യമായി വെല്ലുവിളിക്കുകയാണ്. ഇസ്രായേൽ ആധുനിക ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നരഹത്യയിലൂടെ നിയമങ്ങളെല്ലാം നിത്യേന ലംഘിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് സ്പീക്കർ വ്യക്തമാക്കി. 15,000-ലധികം അമേരിക്കൻ ഇസ്രായേൽ മിസൈൽ ആക്രമണങ്ങൾ ഇറാനിലും ഇസ്രായേലിലും ഗൾഫ് രാജ്യങ്ങളിലും 5,000-ലധികം ഇറാനിയൻ മിസൈൽ ആക്രമണങ്ങളും നടന്നതായാണ് കണക്ക്. പുറമെ ഡ്രോൺ ആക്രമണങ്ങളും. ആഴ്ചകൾ നീണ്ട സംഘർഷാവസ്ഥയിൽ 2 ആഴ്ച വെടിനിർത്തൽ പ്രഖ്യാപനം മേഖലയ്ക്കും ലോകത്തിനും വലിയ ആശ്വാസമായിരുന്നു. യുദ്ധത്തിന്റെ ഭാഗമായി ഇറാൻ അടച്ചിട്ട ഹോർമൂസ് കടലിടുക്ക് തുറക്കും, എന്നാൽ അവിടെ ചുങ്കം പിരിക്കും. യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുക, കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകില്ലെന്ന് US ഉറപ്പു നൽകുക, ഇറാഖ്, ലെബനൻ, യമൻ തുടങ്ങിയ എല്ലായിടങ്ങളിലെയും യുദ്ധം അവസാനിപ്പിക്കുക എന്നതെല്ലാം വ്യവസ്ഥയുടെ ഭാഗമാണ്. യുദ്ധത്തിന്റെ നാശങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുക, US കൈവശം വെച്ചിരിക്കുന്ന ഇറാനിൽ ഫണ്ടുകൾ മരവിപ്പിച്ച സ്വത്തുകളും വിട്ടു നൽകുക, ആണവോർജം വർദ്ധിപ്പിക്കാനുള്ള ഇറാന്റെ അവകാശങ്ങൾ അംഗീകരിക്കുക, ഇറാനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന രാജ്യങ്ങൾക്കും പൗരന്മാർക്കും ഏർപ്പെടുത്തിയ ഉപരോധങ്ങൾ നീക്കുക, മേഖലയിൽ നിന്ന് US സൈനികരെ പൂർണ്ണമായും പിൻവലിക്കുക, ഐക്യരാഷ്ട്രസഭയിൽ ഇറാനെതിരെയുള്ള പ്രമേയങ്ങൾ റദ്ദാക്കുക, ഇറാനെതിരായ രാജ്യാന്തര ആണവോർജ ഏജൻസി ബോർഡ് ഓഫ് ഗവേണൻസിന്റെ പ്രമേയങ്ങൾ റദ്ദാക്കുക തുടങ്ങിയ നിബന്ധനകളും ചർച്ചകളുടെ ഭാഗമാണ്. തൽക്കാലം വെടിനിർത്തലിന് തയ്യാറായെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാലേ യുദ്ധം നിർത്തൂ എന്ന സൂചനയും നിബന്ധനകൾക്കൊപ്പം ഇറാൻ ഉയർത്തിയിരുന്നു. ദീർഘകാല സംഘർഷാവസ്ഥയ്ക്ക് ശേഷം സംവാദത്തിനുള്ള വാതിൽ തുറക്കപ്പെടുന്നത് ആശ്വാസകരമായ വാർത്തയാണ്. എന്നാൽ ദീർഘകാല പരിഹാരത്തിലേക്ക് നയിക്കണമെങ്കിൽ ഇരു രാജ്യങ്ങളും പരസ്പര ബഹുമാനത്തോടെയും സത്യസന്ധമായ സംഭാഷണങ്ങളോടെയും മുന്നോട്ട് പോകണം. നിശ്ചയമായും വെടിനിർത്തൽ ഒരു പ്രായോഗിക തിരിച്ചറിവും കൂടിയാണ്. സൈനിക സമ്മർദ്ദങ്ങളിലൂടെയും ഭീഷണികളിലൂടെയും ഒരു പ്രശ്നങ്ങളും പരിഹരിക്കാനാകില്ലെന്ന ബോധ്യത്തിന് അടിവരയിടുകയാണിവിടെ. ഇറാൻ തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിന്ന് ചർച്ചാ മേശയിൽ എത്തിയത് ശക്തി സമവാക്യങ്ങൾ സംഭവിക്കുന്നതിന്റെ സൂചനയാണ്. ഈ സാഹചര്യത്തിൽ സമാധാനപരമായ പരിഹാരങ്ങൾക്ക് മുൻഗണന നൽകേണ്ടത് അനിവാര്യമാണ്. എന്നാൽ മേഖലയിലെ അവസാനിക്കാത്ത സംഘർഷങ്ങളെ അവഗണിക്കാനാവില്ല. മേഖലയെ അസ്ഥിരമാക്കുക എന്നത് സയണിസ്റ്റ് ലോബിയുടെ താല്പര്യമാണെന്ന ആക്ഷേപത്തിന് കഴമ്പില്ലാത്തതുമല്ല. അവർ നിലവിലെ സമാധാന നീക്കത്തെ തകർക്കില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ലെബനിൽ മറ്റൊരു ഗാസ സൃഷ്ടിക്കാനുള്ള ഇസ്രായേൽ നീക്കം ആശങ്കകൾ വളർത്തുന്നതാണ്. ചരിത്രപരമായ ദീർഘകാല പ്രശ്നങ്ങൾ പരിഹരിക്കാതെ വെടിനിർത്തലുകളൊന്നും ദീർഘകാല ഫലപ്രാപ്തി കൈവരിക്കില്ല. അതിനാൽ ബന്ധപ്പെട്ട എല്ലാ രാജ്യങ്ങളും ഉത്തരവാദിത്തത്തോടെ അന്താരാഷ്ട്ര നിയമങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും പരിഗണന നൽകി മുന്നോട്ട് പോകണം. സാധ്യതമായ അവസരം ശാശ്വത സമാധാനത്തിലേക്കുള്ള വഴിയായി മാറ്റാനുള്ള ഉത്തരവാദിത്തം 2 രാജ്യങ്ങൾക്കു മാത്രമല്ല കൂടെയുള്ളവരിലും നിക്ഷിപ്തമാണെന്ന് മറക്കരുത്.